ഇന്ന് നോക്കാൻ പോകുന്ന KTU 2019 സ്കീം S5 സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 4th മൊഡ്യൂളിൻ്റെ തിയറിയാണ്. ഇപ്പോൾ 4th മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് എന്തിനെ പറ്റിയാണ്? കോളത്തിനെ പറ്റിയിട്ടാണ്. ഈ കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കംപ്രഷൻ മെമ്പറാണ്. അതായത് നമ്മളുടെ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ ഫൗണ്ടേഷനിലേക്ക് സേഫായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെമ്പേഴ്സാണ് കോളംസ് എന്ന് പറയുന്നത്. കോളം തന്നെ പല ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പെഡസ്റ്റൽ, പിന്നെ ബിൽഡിങ്ങിനകത്ത് വരുന്ന ബ്രിഡ്ജസിനകത്തൊക്കെ ഉള്ള പിയറുകൾ, അങ്ങനെ പല ടൈപ്പ് കോളംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോളം എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു വെർട്ടിക്കലായിട്ടുള്ള കംപ്രഷൻ മെമ്പറാണ്. അത് ആക്സിയൽ ലോഡിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെമ്പറാണ് കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത്, ഈ കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻ്റെ 3 ടൈംസിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മളതിനെ പെഡസ്റ്റൽ എന്ന് വിളിക്കും. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ് ആണ്. കോളത്തിൻ്റെ ഷേപ്പിൻ്റെ ബേസിസിൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, പെൻറ്റഗൺ, അങ്ങനെ എക്സെട്ര നമ്മൾ പല ഡിഫറെൻറ്റ് ഷേപ്പിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി മെറ്റീരിയലിൻ്റെ ബേസിസിലാണെങ്കിൽ ടിമ്പർ കോളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, ലൈറ്റ് ആയിട്ടുള്ള ലോഡുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സിലാണ് നമ്മളത് കോമൺലി കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റ്. അടുത്ത മേസൺട്രി കോളം, അതായത് നമ്മൾ ഇഷ്ടികയൊക്കെ യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന കോളംസാണ് മേസൺട്രി കോളം എന്ന് പറയുന്നത്. RCC കോളം എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് കോളം. നമ്മളുടെ സ്റ്റീലും കോൺക്രീറ്റും യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന കോളംസാണ് RCC കോളം. ബ്രിഡ്ജ്, വാട്ടർ ടാങ്ക്, അങ്ങനത്തെ സ്ട്രക്ചറുകളിലൊക്കെയാണ് നമ്മളത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. സ്റ്റീൽ കോളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻസിലൊക്കെ നമ്മൾ അധികം യൂസ് ചെയ്യുന്ന സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കോളംസാണ്. ഹെവി ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ കോളംസ് പ്രൊവൈഡ് ചെയ്യുക. കോമ്പോസിറ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? 2 ടൈപ്പ് മെറ്റീരിയലിൻ്റെ കോമ്പിനേഷൻ. അതായത് ഇപ്പം സ്റ്റീൽ പ്ലസ് മേസൺട്രിയോ, അല്ലെങ്കിൽ ഇപ്പം അലൂമിനിയം പ്ലസ് കോൺക്രീറ്റ്, അങ്ങനെ ഏതെങ്കിലും 2 ടൈപ്പ് മെറ്റീരിയലിൻ്റെ കോമ്പോസിഷനിൽ വരുന്ന കോളംസാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പ് ഓഫ് ലോഡിങ്ങിൻ്റെ ബേസിസിലാണെങ്കിൽ ആക്സിയലി ലോഡഡ് കോളംസ്. അതായത് കോളത്തിൻ്റെ ആക്സിസ് ഉണ്ടല്ലോ, ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ഉണ്ട്. ആ ആക്സിസിൽ കൂടെയാണ് നമ്മളുടെ ലോഡ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് കോളങ്ങളെ നമ്മൾ ആക്സിയലി ലോഡഡ് കോളം എന്ന് വിളിക്കും. അതായത് നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തപ്പോൾ ഫസ്റ്റ് 3 പ്രോബ്ലംസ് നമ്മൾ ആക്സിയലി ലോഡഡ് കോളത്തിൻ്റെ പ്രോബ്ലംസാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് എക്സെൻട്രിക്കലി ലോഡഡ് കോളംസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളുടെ കോളത്തിൻ്റെ ലോഡ് പാസ് ചെയ്യുന്നത് ആക്സിസിൽ കൂടെ, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിൽ കൂടെ ആയിരിക്കില്ല. ആ ആക്സിസിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ലോഡ് പാസ് ചെയ്യുക. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് വിളിക്കുക. സോ അതിനെ എക്സെൻട്രിക്കലി ലോഡഡ് കോളംസ് എന്ന് വിളിക്കും. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. യൂണി ആക്സിൽ ബെൻഡിങ്ങിൻ്റെ ഉണ്ട്, ബൈ ആക്സിൽ ബെൻഡിങ്ങിൻ്റെയും കോളം ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്താണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തത് സ്ലെൻഡർനെസ് റേഷ്യോയുടെ ബേസിസിൽ. ഇതെല്ലാം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ് ആണ് പറയുന്നത്, ഓരോരോ ബേസിസിൽ. സ്ലെൻഡർനെസ് റേഷ്യോയുടെ ബേസിസിലാണെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ എടുത്തിരുന്നു, എഫക്റ്റീവ് ലെങ്ത് ടു ഡയമെൻഷൻ റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണെങ്കിൽ നമ്മളതിനെ ഷോർട്ട് കോളം എന്ന് വിളിക്കും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മളതിനെ ലോങ് കോളം അഥവാ സ്ലെൻഡർ കോളം എന്ന് വിളിക്കും. ഇനി ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ടൈ അല്ലെങ്കിൽ ലാറ്ററൽ ടൈ ഉള്ള ടൈപ്പ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ആൻഡ് ലാറ്ററൽ ടൈ ഉള്ള ടൈപ്പ് കോളംസും, അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ആൻഡ് സ്പൈറൽ ടൈ ഉള്ള ടൈപ്പ് കോളംസും. ലാറ്ററൽ ടൈ എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ക്ലാസ്സിൽ സ്ക്വയർ, റെക്റ്റാങ്കിളൊക്കെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് ലാറ്ററൽ ടൈ കൊടുത്തത് സ്ക്വയർ ഷേപ്പിലല്ലേ നമ്മൾ കൊടുത്തതിൻ്റെ ഡിസൈൻ കൊടുത്തത്. അതാണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ സർക്കുലർ കോളത്തിലാണ് ഹെലിക്കലായിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. സ്പൈറൽ പോലെ ചുറ്റിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന ടൈപ്പാണ് രണ്ടാമത്തെ സ്പൈറൽ ടൈ ഉള്ളത്. അത് നമ്മൾ സർക്കുലർ കോളത്തിലാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഷോർട്ട് കോളം ലോങ് കോളം തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. എഫക്റ്റീവ് ലെങ്ത് ടു ഡയമെൻഷൻ എന്നുള്ള റേഷ്യോ ലെസ് ദാൻ 12 ആണെങ്കിൽ നമുക്കതിനെ ഷോർട്ട് കോളം എന്ന് വിളിക്കാം. ഗ്രേറ്റർ ദാൻ 12 എന്നാൽ നമുക്കതിനെ ലോങ് കോളം എന്ന് വിളിക്കാം. അടുത്തത് ഇത് തന്നെ സ്ലെൻഡർനെസ് റേഷ്യോയുടെ ബേസിസിൽ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതായത് RXX, RYY എന്ന് പറയുന്ന വാല്യൂ ചെറുതേതാണ് അത്. ആ റേഷ്യോയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ നമുക്കതിനെ ഷോർട്ട് കോളം എന്ന് വിളിക്കാം. ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ നമ്മളതിനെ ലോങ് കോളം എന്ന് വിളിക്കും. സോ ബക്ലിംഗ് ടെൻഡൻസി ഷോർട്ട് കോളത്തിൽ കുറവായിരിക്കും, അതേസമയം ലോങ് കോളത്തിൽ അല്ലെങ്കിൽ സെൻറ്റർ കോളത്തിൽ അത് കൂടുതലാണ്. ഇതിനകത്ത് ഫെയിലിയർ മെയിനായിട്ടും ഷോർട്ട് കോളത്തിൽ വരിക ക്രഷിങ് വഴിയാണ്, പക്ഷേ ലോങ് കോളത്തിൽ അത് മെയിനായിട്ടും ബക്ലിംഗ് വഴിയാണ് ഫെയിലിയർ വരിക. അപ്പോൾ ഇത് നമ്മുടെ ഷോർട്ട് കോളം ലോങ് കോളം തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ട്രാൻസ്വേഴ്സ് റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്. ട്രാൻസ്വേഴ്സ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടൈ കൊടുക്കില്ലേ, ആ ടൈനെയാണ് ട്രാൻസ്വേഴ്സ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ ലോഞ്ചിറ്റ്യൂണലായിട്ട് കൊടുക്കുന്ന ബാർസ്, അതായത് നമ്മുടെ വെർട്ടിക്കൽ ബാർസിനെ എല്ലാം നമുക്ക് പൊസിഷനിൽ തന്നെ വെക്കുക. അതുപോലെ ലോഞ്ചിറ്റ്യൂണൽ ബാർസിനുള്ള ബക്ലിങ് വരാണ്ട് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം. ഡയഗണൽ ആയിട്ടുള്ള ടെൻഷൻസിനെ റെസിസ്റ്റ് ചെയ്യുക, കോളത്തിന് ഡക്റ്റിലിറ്റി കൊടുക്കുക തുടങ്ങിയതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ. സെയിം തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എന്തിനാണ് നമ്മൾ കൊടുക്കുക? ലോഞ്ചിറ്റ്യൂഡിനൽ റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെർട്ടിക്കലായിട്ട് പ്രൊവൈഡ് ചെയ്യില്ലേ കോളത്തിനുള്ളിൽ, ആ റീഎൻഫോഴ്സ്മെൻ്റ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഎൻഫോഴ്സ്മെൻറ്റ്. അത് കംപ്രസീവ് ലോഡ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ മൊമെൻറ്റ് നമ്മൾ എക്സെൻട്രിക്കലി ലോഡ് കോളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് കാരണം വരുന്ന ടെൻസൈൽ സ്ട്രെസ്സസിനെ റെസിസ്റ്റ് ചെയ്യാനും കോളത്തിനകത്ത് ഡക്റ്റിലിറ്റി ഇമ്പാർട്ട് ചെയ്യാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എഫക്റ്റീവ് ലെങ്ത് കേട്ടോ. നമുക്ക് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കോളത്തിൽ ടോട്ടലുള്ള ലെങ്ത്തിൽ എത്ര ലെങ്ത് ആണോ ബക്ലിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ബക്ലിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ലെങ്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് വിളിക്കുക. എഫക്റ്റീവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസ് നമുക്ക് കോഡിൽ പേജ് നമ്പർ 94 അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കതിനെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചേഴ്സ് തമ്മിലുള്ള ലെങ്ത് ഒന്നും സ്പെസിഫൈ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോളത്തിൻ്റെ IS സ്പെസിഫിക്കേഷൻസ്. ഇതെല്ലാം നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ യൂസ് ചെയ്ത വാല്യൂസാണ്. പ്രോബ്ലത്തിന് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത കോഡിനകത്തുള്ള വാല്യൂസാണ് എഴുതിയേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്യാനായിട്ട് അത് പഠിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ കംപ്രഷനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അസംഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അസംഷൻസ് എല്ലാം നമ്മൾ അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കംപ്രഷന് മുന്നേ ഉണ്ടായിരുന്ന പ്ലെയിൻ സെക്ഷൻ നോർമൽ, അതായത് ആക്സിസിന് നോർമൽ ആയിട്ടുള്ള പ്ലെയിൻ സെക്ഷൻ കംപ്രഷൻ കഴിഞ്ഞാലും നോർമലായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അതുപോലെ തന്നെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പരാബോളിക്കാണ്. കോൺക്രീറ്റിൽ വരുന്ന മാക്സിമം സ്ട്രെയിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0.0035 ആണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അസംഷൻസ് ആണ്. അതെല്ലാം അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ അസംഷൻസ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻറ്ററാക്ഷൻ കേർവ്സ് ഇൻ കോളംസ്. അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. 3 മാർക്കിന് നമുക്ക് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഇൻട്രാക്ഷൻ കേർവ് എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്തപ്പം യൂണി ആക്സിയൽ അല്ലെങ്കിൽ ബൈ ആക്സിയൽ ബെൻഡിങ്ങിൻ്റെ പ്രോബ്ലം ചെയ്തില്ലായിരുന്നോ? അപ്പോൾ നമ്മൾ SP16 കോഡിനകത്തുനിന്ന് ഒരു കേർവ്സ് യൂസ് ചെയ്തിട്ട് ആ കേർവിൽ നിന്നല്ലേ നമ്മൾ വാല്യൂസ് എടുത്തേ. ആ കേർവിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്ററാക്ഷൻ കേർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്ററാക്ഷൻ കേർവ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തത്? നമുക്ക് പെർസെൻറ്റേജ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേർവ്സാണ് ഇൻറ്ററാക്ഷൻ കേർവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് നമ്മളുടെ തിയറി ടോപ്പിക്സ് ഉള്ളൂ.